ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്കയും മുട്ടയും കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മുട്ട കൊണ്ടും അതുപോലെ തന്നെ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞാണ്. ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി കിട്ടണം. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക്. ഞാനൊരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. 2 ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക, ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ആ ഒരു വലുപ്പത്തിലുള്ള 2 പാവയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 പാവയ്ക്കയ്ക്ക് 2 മുട്ടയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 2 പാവയ്ക്ക എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ചോപ്പറിലിട്ട് തന്നെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുക്കുക. കുറേശ്ശെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറിൻ്റെ റിവ്യൂ ഓൾറെഡി ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കുറേശ്ശെ ഇട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. നല്ല ചെറുതായിട്ട് അരിയുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ശരിക്കും കൊത്തിരിയൊക്കെ ചെയ്യില്ലേ, അതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോഴാണ് ആ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ അതെല്ലാം അതുപോലെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ സവോള അത്യാവശ്യം ഒന്ന് വാടി വന്നപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാവയ്ക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ പാവയ്ക്കയുടെ അധികം കയ്പൊന്നും അറിയില്ല കേട്ടോ. പാവയ്ക്ക കഴിക്കാത്തവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ച് വയ്ക്കാം. ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആവി കയറിയാൽ തന്നെ മതിയാവും. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്ത് ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒതുക്കി അടച്ച് വെക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒതുക്കി അടച്ച് വയ്ക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. വീണ്ടും ഒന്ന് ഒതുക്കിയിട്ട് ഞാനൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു പിടി തേങ്ങ എടുക്കുക കേട്ടോ. അതിനകത്തേക്ക് ഒരു 2 ചെറിയുള്ളിയും അത്യാവശ്യം വലുപ്പമുള്ള 2 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 3 വെളുത്തുള്ളിയൊക്കെ എടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് ചെറിയ ജീരകവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. നമ്മുടെ തോരൻ്റെ പരുവമുണ്ടല്ലോ, ആ ഒരു പരുവം ജസ്റ്റ് ചതയ്ക്കുക ചെയ്യാവൂ. ചതച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ പാവയ്ക്ക വെന്ത് വരുമ്പോൾ നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മതിയാവും. ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതിലും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക്, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ദാ തേങ്ങ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് 2 സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. നടുക്കൊരു ഹോള് പോലെ ആക്കുക, ഒരു കുഴി പോലെ ആക്കിയതിന് ശേഷം ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം നല്ല കുറച്ച് വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ചെയ്യരുത്. ഇനി ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുട്ടയൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഒരു ഉപ്പ് കൂടി ഒരു ഇത്തിരി മതിയാവും കേട്ടോ, ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. അതിന് മുന്നേ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ മുട്ട ചേർക്കുന്നതിന് മുമ്പ്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു സ്വല്പം മതിയാവും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ മാത്രം ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ മിക്സ് ചെയ്യരുത്, കാരണം അത് കുഴഞ്ഞു പോവും. ഒന്ന് വെന്ത് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ചിക്കി കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിക്കി കൊടുത്ത് എടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ തന്നെ ഇളക്കാൻ നിൽക്കരുത്. ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും. ആ മുട്ടയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ അതിൽ വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിക്കുക. ഒരു ഇത്തിരി നേരം കൂടി വെയിറ്റ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ചിക്കി കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കഴിയുമ്പം നന്നായിട്ട് അത് നമുക്ക് മിക്സ് ചെയ്ത് ചിക്കിയെടുക്കാം. എന്നിട്ട് നല്ലപോലെ ചിക്കി കൊടുത്ത് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ശരിക്കും നമ്മുടെ ആ ഒരു തോരൻ്റെ പരുവത്തിലായി കിട്ടും. കുഴവൊന്നും ഉണ്ടാവരുത് കേട്ടോ. മുട്ട നന്നായിട്ട് വേവണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ, നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു കയ്പോ ഒന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാനും മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. ആ ഒരു മുട്ടയുടെ കുഴവൊന്നും ഉണ്ടാവില്ല. ആ ഒരു രീതിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരുന്നതും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത്. അതുപോലെ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്ത് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.